പലപ്പോഴും നമ്മുടെ നാട്ടിൽ സ്ട്രോക്ക് ബാധിച്ച്, തലച്ചോറിന് ക്ഷതം ബാധിച്ച്, നട്ടെല്ലിന് ക്ഷതം ബാധിച്ച് പല രോഗികളെ നമ്മൾ കാണപ്പെടാറുണ്ട്. ഒരു ചോദ്യം ചോദിക്കാം. സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പഴയ സ്ഥിതിയിലാവും? എല്ലാവരും ചോദിക്കുന്ന, എല്ലാ രോഗികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പഴയ സ്ഥിതിയിലാവും. അതിന് 2 ഉത്തരമുള്ളത്. ഒന്ന്, സ്ട്രോക്കിൻ്റെ തോത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയണം. എവിടെയാണ് സ്ട്രോക്ക് ബാധിച്ചത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. രണ്ടാമത്തെ ഉത്തരം, സ്ട്രോക്ക് സംഭവിച്ച് ഉടനെ നമ്മൾ എന്ത് ചികിത്സ എടുത്തു, എത്ര സമയം ചികിത്സ എടുത്തു? ചികിത്സൻ്റെ ഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾ സ്ട്രോക്ക് പലപ്പോഴും അലിയിക്കാൻ വേണ്ടിയിട്ട് മരുന്ന് കൊടുത്തിട്ട് ചെയ്യാറുണ്ട്. ചില ഘട്ടങ്ങളിൽ നമ്മൾ സ്ട്രോക്കിനെ മെക്കാനിക്കൽ ത്രോംബക്ടമി വഴി സ്ട്രോക്കിന് ത്രോംബസിനെ എടുത്ത് കളയാറുണ്ട്. ചില ഘട്ടങ്ങളിൽ അതായത് ബ്ലീഡ് ആയിട്ടുള്ള സ്ട്രോക്ക് ഉണ്ടാവുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ്, അതായത് പ്രത്യേകിച്ച് സർജറികളൊന്നും ചെയ്യാതെയും ചെയ്യും. ചിലപ്പോൾ സർജറി ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ട്യൂബ് ഇടേണ്ടി ഇവാക്വേറ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. ഇത്രയും ചികിത്സകൾ നമ്മൾ എന്തായാലും എടുക്കണം. ഇത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ജീവിതം, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള എൻ്റെ ബന്ധുവിൻ്റെ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തിൻ്റെ ജീവിതം എങ്ങനെയാണെന്നുള്ളതാണ് ചോദ്യം. അതെ, അവിടെയാണ് സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ്റെ റോള് വരുന്നത്. അതായത് ഒരു രോഗിക്ക് സ്ട്രോക്ക് വന്നിട്ടുള്ള ആദ്യത്തെ ഒരു വർഷം, അതാണ് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം. നമ്മൾ എത്ര നേരത്തെ സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്നോ അത്രയും പേഷ്യൻറ്റിന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. കാരണം നമ്മൾ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യാണ്. സ്വാഭാവികമായിട്ടും സ്ട്രോക്ക് വരുമ്പോൾ സ്ട്രോക്ക് ബാധിച്ച ഭാഗങ്ങളിലുള്ള കോശങ്ങൾ സമ്പൂർണ്ണമായി നശിച്ചു പോകും. പിന്നെ അതിനെ നമുക്ക് പുനരുജ്ജീവിച്ച് എടുക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോൾ തലച്ചോറിൻ്റെ ഫങ്ഷൻ ചെയ്തിരുന്ന ആ ഭാഗത്തിൻ്റെ ഫങ്ഷൻ മറ്റ് ഭാഗങ്ങളെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുന്ന ന്യൂറോപ്ലാസ്റ്റിസിറ്റി, അതിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ അതിന് ത്വരിതപ്പെടുത്താൻ വേണ്ടി നമുക്ക് പലതരം മരുന്നുകളുണ്ട്. നെർവ് സിഗ്നൽസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള പല മരുന്നുകളുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചികിത്സയും, അതിൻ്റെ കൂടെ ചിലപ്പോൾ രോഗികൾക്ക് വരാൻ സാധ്യതയുള്ള പല അസുഖങ്ങളുണ്ടാകും. ഈ മാറ്റങ്ങളെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം, സമയോചിതമായി നമ്മൾ എങ്ങനെ ഇടപെടാം, ഇത്രയും അതായത് മരുന്ന് കൊടുക്കുക, പേഷ്യൻറ്റിന് ഫിസിയോതെറാപ്പി, സോളോ തെറാപ്പി, സ്പീച്ച് തെറാപ്പി എന്ന പോലുള്ള തെറാപ്പികൾ കൊടുക്കുക, പിന്നെ കൂടെ വരുന്ന കോമോർബിഡിറ്റീസ്, മറ്റ് അസുഖങ്ങൾ നമ്മൾ സമയാസമയങ്ങൾ സംയോജിതമായി മാനേജ് ചെയ്യുക, പേഷ്യൻറ്റിനെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക, തിരിച്ച് ജീവിതത്തിൽ കൊണ്ടുവരിക. ഇത്രയും കാര്യങ്ങളാണ് സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ. തീർച്ചയായിട്ടും ഒരു രോഗിക്ക് നല്ലൊരു സ്ട്രോക്ക് റീഹാബ് സെൻറ്ററിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് സമ്പൂർണ്ണമായി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നതാണ്.